ഇനി ഒരു മണിക്കൂറിനുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സംസ്ഥാന BJP നയിക്കാൻ ഇനി RC എന്ന് രാജീവ് ചന്ദ്രശേഖർ. അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ജോർജ് കുര്യന് പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷോൺ ജോർജും പരിഗണനയിലുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയേക്കും. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വൺസ് അഗെയിൻ ഇപ്പോൾ വൈകിയെത്തിയ പ്രേക്ഷകർക്കായി ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പുറത്താണ് നിന്നത്, ഇപ്പോൾ നമ്മൾ ഉദയ പാലസിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. വിവിധ ജില്ലകളിൽ നിന്നായിട്ട് പ്രതിനിധികളൊക്കെ എത്തിച്ചേർന്നു തുടങ്ങിയോ? എപ്പോഴാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് തീരുമാനമുണ്ടാവും? ഗുഡ് മോർണിംഗ് അരുൺ. അല്പസമയത്തിനകം, അതായത് ഒരു 11 മണിയോടുകൂടി പ്രഖ്യാപനം നടത്തും എന്നാണ് BJP നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുൺ പറഞ്ഞതുപോലെ ഉദയ പാലസിലെ ഈ പ്രതിനിധി ഹാളിലാണ്. പ്രതിനിധി ഹാളിൽ വലിയ കൂറ്റൻ ബാനർ നമുക്ക് കാണാം. നരേന്ദ്രമോദിയും നദ്ദയും സുരേന്ദ്രനും മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പടവും നമുക്ക് കാണാം. വിവിധ ജില്ലകളിൽ നിന്നുള്ള നേതാക്കളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റുമാർ മുകളിലേക്കുള്ള നേതാക്കളാണ് പങ്കെടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും കുറച്ചുകൂടി അധികം നേതാക്കൾ ഈ സമ്മേളനത്തിലേക്ക് എത്തും എന്നാണ് ഇവിടുത്തെ സംഘാടകരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. 11 മണിക്ക് തന്നെ പ്രഖ്യാപനം നടത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടായത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരൊറ്റ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ മറ്റ് സമയം വൈകലോ കാര്യങ്ങളോ നടപടികളോ ഒന്നും ബാക്കിയില്ല എന്നുള്ളത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒറ്റപ്പേരിലേക്ക് പാർട്ടി എത്തുന്നു. അതിന്ന് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിക്കും എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. സംഘടനാ പരിചയം വേണ്ടത്ര ഇല്ലാത്ത, ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന BJPയുടെ ഗ്രൂപ്പുകളിലൊന്നും ഭാഗവാക്കല്ലാത്ത ഒരു കോർപ്പറേറ്റ്, നേരത്തെ ബിസിനസ്സുകാരനൊക്കെ ആയിരുന്ന ഒരു നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നതോടുകൂടി പുതിയ ഒരു രീതിയിലേക്ക് കേരളത്തിലെ BJPയുടെ പ്രവർത്തനം മാറും എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഒരു ഘട്ടം കൂടിയാണ്. അതായത് വരുന്ന തൊട്ട് മുമ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആയി ജയിച്ചു വരുന്നത്. അതിൻ്റെ ഒരു ആവേശം പ്രവർത്തകരിൽ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. അതിനെ നയിക്കാൻ ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൂടി എത്തുന്നു. തുടർച്ചയായ 5 വർഷം സുരേന്ദ്രൻ്റെ ഭരണ സാന്നിധ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ എന്നതാണ്. നിയമസഭയിൽ കൂടുതൽ സീറ്റ് പിടിക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാനും ഒക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം എത്രത്തോളം അതിന് കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൃത്യം 11 മണിയോടുകൂടി തന്നെ പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഖ്യാപനത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് അറിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ളത് എന്നുള്ളതും ഏറെ പ്രധാനം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുന്ന അതിശക്തമായ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതിരിക്കാനായിരിക്കണം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ കേരളത്തിൽ പരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം അല്പസമയത്തിനകം. എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം RC അഭിമുഖീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി RC അഭിമുഖീകരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ 30 ജില്ലാ അധ്യക്ഷന്മാരുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ തീരുമാനിക്കണം. ഇന്ന് തന്നെ മറ്റേ ദേശീയ കൗൺസിലിലേക്ക് 30 പേരെ തെരഞ്ഞെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ സംഘടനയെ ഒന്ന് ശക്തിപ്പെടുത്തുക, ആദ്യം ഒന്ന് ചലിപ്പിക്കുക എന്നതായിരിക്കും ആദ്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി തന്നെ സൂചനകളുണ്ട്. മധ്യവർഗത്തെയും ഒപ്പം SNDP എന്ന സംഘടനയും ഒക്കെ ഒപ്പം നിർത്താനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ രാജീവ് ചന്ദ്രശേഖർ? ഉറപ്പായും അരുണ് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. SNDP, NSS പോലെയുള്ള ജാതി സംഘടനകളെ എത്രത്തോളം BJPയുടെ സംഘടനാ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതാണ്. അരുണ് പറഞ്ഞതുപോലെ ഇത്തവണത്തെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള BJP സംവിധാനത്തിൻ്റെ പ്രത്യേകത 14 ജില്ലാ അധ്യക്ഷന്മാരല്ല, പകരം 30 പേരുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ജില്ലയെ 3 ആക്കി വിഭജിക്കുന്നു, പല ജില്ലകളിലും 2 ആക്കുന്നു. അങ്ങനെ
സംഘടനയെ എങ്ങനെ കൂടുതൽ ചലിപ്പിക്കാം എന്നതിൻ്റെ ഒരു വലിയ പരീക്ഷണം ആണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നിലുള്ളത് നേതൃത്വത്തിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണം. അതോടൊപ്പം തന്നെ ഒന്ന് പറയേണ്ടത് അരുൺ, സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാക്കൾ, സംഘടനാപരമായി വലിയ പരിചയമുള്ള നേതാക്കൾ, അവർ എങ്ങനെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തെ കാണുന്നു എന്നുള്ളതും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറെ പ്രധാനം തന്നെയാണ്. അത് നമുക്ക് കണ്ടു തന്നെ അറിയുകയും വേണം. താങ്ക് യു TV പ്രസാദ്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടർ TV-യാണ്. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചു എന്നുള്ള വിവരം ആദ്യമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങൾക്ക് ആ വാർത്ത ലഭിക്കുന്നത്. ഇന്നിപ്പോൾ അതിന്റെ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കാം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ ഷോൺ ജോർജിന് സാധ്യതയുണ്ടോ എന്ന് ആരായുന്നുണ്ട്. കാരണം നമ്മുടെ ജോഷി കുര്യൻ പോകുന്ന ഒഴിവിലേക്കാണ് ഇനി ഒരാൾ വരേണ്ടത്. ക്രിസ്ത്യൻ സമുദായത്തിൽ പിടിമുറിക്കാനുള്ള ഒരു നീക്കവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഒരു പ്രതിനിധിയെ തന്നെ ജനറൽ സെക്രട്ടറിയായിട്ട് നിയമിച്ചു കൂടായികയില്ല. ഷോൺ ജോർജിന് എന്തായാലും ഒരു പദവി കൊടുക്കും എന്നത് ഉറപ്പാണ്. അതേപോലെ MT രമേശിനും ഒരു പദവി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം V മുരളീധരനെ ദേശീയ തലത്തിൽ ജനറൽ സെക്രട്ടറി പദവിയിലേക്കൊക്കെ കൊണ്ടുപോകുമോ, ഉയർത്തുമോ എന്നതുകൂടി ആകാംക്ഷയാണ്. K സുരേന്ദ്രനും ഒരു അർഹതയുള്ള ഒരു പദവി കിട്ടും. K സുരേന്ദ്രൻ്റെ കഴിഞ്ഞൊരു ടേം എന്ന് പറയുന്നത് BJP-യുടെ ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയ ടേമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ K സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ ആശ്വാസത്തോടു കൂടിയാണ് പടിയിറങ്ങുന്നത്. ഗ്രൂപ്പ് തർക്കങ്ങളും വിഭാഗീയതയൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിലും പാർട്ടിയുടെ ഇലക്ട്രൽ പെർഫോമൻസ് ഏറ്റവും ഉയർന്നതിൽ 19% പാർട്ടിയെ വളർത്തിയിട്ടാണ് K സുരേന്ദ്രൻ ഇറങ്ങുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് RCക്ക് എത്ര ഉയർത്താൻ കഴിയുമെന്നതാണ് ചോദ്യം.